നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. PC ജോർജിനെ ഇന്നത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കാൻ പോലീസ്. ചാനലിൽ ലൈവ് പോയ ലാപ്ടോപ്പ് പിടിച്ചെടുക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തിരികെ രാത്രി ഹാജരാക്കും. കസ്റ്റഡി സമയം പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ ഹാജരാക്കിയാൽ PC ജോർജ് ജാമ്യ ഹർജി നൽകും. ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിയെ അറിയിക്കും. 14 വർഷമായി രാത്രി ഉറങ്ങുന്നത് ഓക്സിജൻ സപ്പോർട്ട് മൂലം. ഇതിന്റെ മെഡിക്കൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കും. തിരക്കഥയ്ക്കനുസരിച്ചാണ് PC ജോർജിനെതിരെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് BJP. ചിലരെ തൃപ്തിപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. PC ജോർജിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയെന്നും BJP നേതാവ് N. ഹരി. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. വാർഡ് വിഭജനവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനം റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കി. വാർഡ് വിഭജനം നിയമസഭയുടെ അധികാരമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിവെച്ച് കോടതി. തദ്ദേശ സ്ഥാപനങ്ങളിലെ 28 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് തുടരുന്നു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് നടക്കും. ശശി തരൂരിന്റെ അഭിമുഖം രാഹുൽ ഗാന്ധിയെ കണ്ടതിന് മുമ്പെന്ന് രമേശ് ചെന്നിത്തല. തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താനില്ല. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമയോടെ നേരിടുമെന്നും ചെന്നിത്തല. തരൂരിനോട് മയപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറിയ പ്രശ്നങ്ങളാണ് വലുതായി ഉയർത്തിക്കാട്ടുന്നതെന്നും KC വേണുഗോപാൽ. കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരണമെന്ന് ആണ് തന്റെ പ്രതീക്ഷയെന്നും മുല്ലപ്പള്ളി. തനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അത് പാർട്ടിക്കുള്ളിലെ പറയൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉൾപാർട്ടി പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കണം. നിലവിലെ വിവാദങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നും മുല്ലപ്പള്ളി. തരൂരിന്റെ വിഷയമൊന്നും ഇപ്പോൾ അത്ര ഗൗരവമുള്ളതല്ലെന്ന് K. മുരളീധരൻ. കോൺഗ്രസിലുള്ളവരെ CPM സനാഥരാക്കേണ്ട ആവശ്യമില്ല. സ്വന്തം പാർട്ടിയിലുള്ള നേതാവിനെ വെട്ടിക്കൊന്നവർ കോൺഗ്രസുകാരെ രക്ഷിക്കാൻ വരേണ്ട. MV ഗോവിന്ദനോടും തോമസ് ഐസക്കിനോടും തനിക്ക് ഇതാണ് പറയാനുള്ളതെന്നും മുരളീധരൻ. ആശാ വർക്കർമാരുടെ സമരം 15ാം ദിവസം. സമരം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്ന് സൂചന. സമരക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തണമെന്ന അഭിപ്രായം ഇടതുമുന്നണിയിലും ശക്തം. ആശാ വർക്കർമാരുടെ സമരം തള്ളി CPM. ഏതാനും ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം ആരംഭിച്ചതിന് പിന്നിൽ ചില അരാജക സംഘടനകളാണെന്നാണ് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീം പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ടാറ്റ എസ്റ്റേറ്റിലെ ഒരു വിഭാഗം തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് പൊമ്പിള ഒരുമ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണിതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം. എളമരം കരീമിന് മറുപടിയുമായി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് മിനി. ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവാസ്തവമായ കാര്യങ്ങൾ. കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ സമരം ഒത്തുതീർപ്പാക്കാൻ കാണിക്കുന്നില്ല. തൊഴിലാളി സമര മുന്നേറ്റങ്ങളുടെ അവകാശം CITUവിന് ആരും ചാർത്തി നൽകിയിട്ടില്ലെന്നും മിനി. ആശാ വർക്കർമാരെ ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അപമാനിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 12ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്താലും തീരുന്നില്ല. ആകെ കയ്യിൽ കിട്ടുന്നത് 7000 രൂപ മാത്രം. എന്താണ് സർക്കാരിന്റെ മുൻഗണനയെന്നും പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേത് പരാജയപ്പെട്ട സമരമെന്ന ആശാ വർക്കർ ഫെഡറേഷൻ CITU വിഭാഗം. 26,000 ആശമാരിൽ സമരം ചെയ്യുന്നത് 1500ഓളം പേർ മാത്രം. താഴെത്തട്ടിലെ പ്രവർത്തനത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചില്ല. സമരം ചെയ്യേണ്ടത് പാർലമെന്റിന് മുന്നിൽ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള സമരമെന്നും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP പ്രഭാവതി ന്യൂസ് 8നോട്.
സമരം അനാവശ്യമെന്ന് പറയേണ്ടത് എളമരം കരീം അല്ലെന്ന് കെ മുരളീധരൻ. സർക്കാരുമായി ബന്ധമില്ലാത്തവർ പറയുന്നതിൽ കാര്യമില്ല. സമരം പൊളിക്കാനുള്ള ശ്രമം ശക്തമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പരിപൂർണ പിന്തുണ ആശാവർക്കർമാർക്കുണ്ടെന്നും മുരളീധരൻ. ബോഡി ബിൽഡിംഗ് താരത്തെ പോലീസിൽ ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ നീക്കത്തിന് തിരിച്ചടി. മന്ത്രിസഭാ നിയമന ശുപാർശ നൽകിയ ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഇന്നലെ നടന്ന പരീക്ഷയിൽ 100 മീറ്റർ ഓട്ടം, ലോങ് ജംപ്, ഹൈ ജംപ് എന്നിവയിൽ ഷിനു പരാജയപ്പെട്ടു. സിപിഎമ്മിന്റെ ഫാസിസ്റ്റ് വ്യാഖ്യാനം ബിജെപിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. രണ്ടാമതും LDF അധികാരത്തിൽ വന്നത് ബിജെപിയുടെ വോട്ടുകൊണ്ടാണെന്നും ചെന്നിത്തല. ഉരുൾപൊട്ടൽ പുനരധിവാസത്തിലെ പ്രശ്നം ആരോപിച്ച് വയനാട്ടിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നിരാഹാര സമരം. ദുരിതബാധിതരും സമരത്തിൽ പങ്കെടുക്കുന്നു. പുത്തുമലയിൽ ദുരിതബാധിതരുടെ കുഴിമാടത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കളക്ട്രേറ്റിന് മുന്നിലെത്തി സമരം തുടങ്ങിയത്. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച ഡൽഹിയിൽ LDF സമരം. വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം. കേരള ഹൗസിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രവർത്തകർ മാർച്ച് ചെയ്തു. വയനാട്ടിൽ നിന്നുള്ള ഇടത് നേതാക്കൾ, MP-മാർ, CPM ദേശീയ നേതാക്കൾ, ദുരിതബാധിതർ എന്നിവരും സമരത്തിൽ പങ്കെടുക്കുന്നു. 7 മാസം പിന്നിട്ടിട്ടും വയനാട്ടിൽ പുനരധിവാസം നടപ്പായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥലം പോലും സർക്കാർ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെന്നും സമരം സ്വാഭാവികമെന്നും പ്രതിപക്ഷ നേതാവ്. ഉപാധികളില്ലാതെ പുനരധിവാസത്തിന് UDF പിന്തുണ കൊടുത്തു. മന്ത്രിമാർ ഒരുമിച്ച് ഒരു യോഗം പോലും കൂടിയിട്ടില്ലെന്നും വിമർശനം. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതെന്ന് AK ശശീന്ദ്രൻ. NCPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ നാളെ പ്രഖ്യാപിക്കും. പാർട്ടി പദവിയിലെ ഒഴിവ് നികത്തുന്നത് കേന്ദ്ര നേതൃത്വമാണെന്നും ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്നും മന്ത്രി. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. രാത്രി വരെ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം പരിയാരത്തേക്ക് മാറ്റിയത്. ആറളത്ത് UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗം. ആറളത്തുണ്ടായ കാട്ടാന ആക്രമണം അസാധാരണ സംഭവമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. അടിക്കാടുകൾ വെട്ടി വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കർമ്മപരിപാടികൾ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവികൾ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് സമയമെടുത്ത് പരിഹരിക്കേണ്ട വിഷയമാണ്. ഇതൊരു യാഥാർത്ഥ്യമായതിനാൽ ഒളിച്ചോടാനാകില്ലെന്നും മന്ത്രി. കോഴിക്കോട് തോട്ടുമുക്കത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. വളർത്തുനായയെ കടിച്ചുകൊന്നു. കാക്കനാട് മാത്യുവിന്റെ വീട്ടിലെ വളർത്തുനായയെയാണ് കൊന്നത്. വനം വകുപ്പ് തെരച്ചിൽ തുടങ്ങി. കാസർഗോഡ് കൊളത്തൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഫോറസ്റ്റ് യാർഡിലേക്ക് മാറ്റി. 5 വയസ്സുള്ള പെൺപുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കൂട്ടിൽ കുടുങ്ങിയത്. ഡോക്ടർമാരുടെ സംഘമെത്തി പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിനു ശേഷം ഉൾവനത്തിൽ തുറന്നുവിട്ടു. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പ് ഉപേക്ഷിച്ച് കോഴിക്കോട് നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. റോബോട്ടിക് ഗജവീരനെ എഴുന്നള്ളിച്ചായിരുന്നു ഉത്സവം. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇത്തവണ ഉത്സവത്തിൽ കരിമരുന്ന് പ്രയോഗവും ഒഴിവാക്കി. കൊല്ലം കുണ്ടറയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതികളുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ടും പോലീസ് പരിശോധിച്ചു വരുന്നു. പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരുടെ വിവരങ്ങളും പരിശോധിക്കുന്നു. കടൽ ഖനനത്തിനെതിരെ ലത്തീൻ സഭ. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതാണ് കടൽ ഖനനമെന്ന് ലത്തീൻ സഭ വികാരി ജനറൽ യുജിൻ പെരേര. പഠനങ്ങളില്ലാതെ സ്വകാര്യ മേഖലയ്ക്ക് കടൽ തീരെഴുതാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ സംസ്ഥാനം ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഖനനം നടപ്പായാൽ മത്സ്യസമ്പത്ത് ഇല്ലാതാകും. വ്യാഴാഴ്ച സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കാൻ ലത്തീൻ സഭ തീരുമാനിച്ചതായും യുജിൻ പെരേര ന്യൂസ് 18നോട്. പാലക്കാട് കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഹൈവേ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന 4 അംഗ സംഘം പിടിയിൽ. ദേശീയപാതയിൽ പുതുശ്ശേരി കുരുടിക്കാടാണ് ഇവർ പിടിയിലായത്. പ്രധാന പ്രതിയായ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ്. ഇവർക്ക് പിന്നിൽ വേറെ സംഘമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു.
പെരുമ്പാവൂരിലെ ഹോട്ടലിൽ ആക്രമണം നടത്തിയ കേസിൽ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്തു. കുറുപ്പുംപടി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിൽ സുനി ഹാജരാകേണ്ട ദിവസമാണ് ഇന്ന്. മറ്റൊരു കേസിൽ കസ്റ്റഡിയിലാണെന്ന് പോലീസ് കോടതിയെ അറിയിക്കും. യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ 2 ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരാണ് ഹാജരാകേണ്ടത്. ഈ മാസം അവസാനം ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കോഴിക്കോട് മുക്കം ചേന്നമംഗലൂരിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലറിന് തീപിടിച്ചു. മിനി പഞ്ചാബ് സ്വദേശി കൊളങ്ങരത്തൊടി സുജീറിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവലറിനാണ് തീപിടിച്ചത്. ട്രാവലറിന്റെ മുൻഭാഗവും ഉൾവശവും പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലയാള സിനിമാ സമരത്തിൽ ഫിലിം ചേംബർ യോഗം കൊച്ചിയിൽ. സിനിമാ സമരത്തിന് പിന്തുണ തേടിയുള്ള നിർമ്മാതാക്കളുടെ കത്തിൽ യോഗം നിലപാടെടുക്കും. സിനിമാ മേഖലയെ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി ഒഴിവാക്കണമെന്നാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ നിലപാട്. താരസംഘടന അമ്മയുടെ യോഗം കൊച്ചിയിൽ സമാപിച്ചു. അഭിനേതാക്കളുടെ വേതനം കുറയ്ക്കണമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം ചർച്ച ചെയ്ത് താരങ്ങൾ. സിനിമാ സമരത്തിന് പിന്തുണയില്ലെന്നും പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും അമ്മ. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. രഞ്ജി പണിക്കരാണ് പ്രസിഡന്റ്. റാഫിയും വിധു വിൻസെന്റും വൈസ് പ്രസിഡന്റുമാർ. GS വിജയൻ ജനറൽ സെക്രട്ടറി. ട്രഷറർ ഷിബു ഗംഗാധരൻ. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. ദേശീയ വാർത്തകൾ. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണലിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള ദൌത്യം 3ാം ദിനത്തിൽ. ദൌത്യത്തിനായി നാവികസേനയും സ്ഥലത്തെത്തി. ദൌത്യസംഘം 150 മീറ്റർ അടുത്തെത്തിയെങ്കിലും മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയത് വെല്ലുവിളിയായി തുടരുകയാണ്. ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP. അതിനിടെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷിയെ ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ജയലളിതയെ പ്രകീർത്തിച്ച BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ. ജയലളിത സാധാരണക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നേതാവ്. ജയലളിത ദേശീയവാദിയാണെന്നും തമിഴ്നാട് BJP അധ്യക്ഷൻ പറഞ്ഞു. അണ്ണാ DMKയുമായി BJPക്കാർ അടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അണ്ണാമലയുടെ പ്രതികരണം. നേരത്തെ സഖ്യം തകരാൻ കാരണം ജയലളിത അഴിമതിക്കാരിയാണെന്ന പരാമർശമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്തു. ഗുവാഹത്തിയിൽ നടക്കുന്ന ജുമോയർ ബിനന്ദിനി 2025 പരിപാടിയിൽ പങ്കെടുക്കും. അഡ്വാൻറ്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൗകര്യ ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അതിവേഗം വളരുന്നുവെന്നാണ് IMF റിപ്പോർട്ടെന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. വ്യോമയാന രംഗത്ത് ഇന്ത്യ വിതരണ ഹബ്ബായി മാറുകയാണെന്നും മോദി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറാൻ മധ്യപ്രദേശിന് ശേഷിയുണ്ടെന്നും പ്രധാനമന്ത്രി. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി അമേരിക്ക പിടികൂടി പാനമയിലേക്ക് മാറ്റിയ ഇന്ത്യക്കാരിൽ 12 പേരെ നാട്ടിലെത്തിച്ചു. പാനമയിൽ നിന്ന് ഇസ്താംബുൾ ടർക്കിഷ് എയർലൈൻസ് വിമാനത്തിൽ ഞായറാഴ്ച വൈകിട്ടാണ് ഇവരെ ഡൽഹിയിലെത്തിച്ചത്. US നിന്ന് പാനമയിലേക്ക് നാടുകടത്തപ്പെട്ട ശേഷം നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരുടെ ആദ്യ ബാച്ചാണിത്. ഇതോടെ US അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് 4 വിമാനങ്ങൾ രാജ്യത്തെത്തി. ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായുള്ള ക്ഷണക്കത്തിൽ ജാതി പേരുകൾ പരാമർശിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി. ദളിത് വിഭാഗക്കാരെ പ്രദേശവാസികളെന്ന നിലയിൽ ഊരുകാർ എന്ന് വിളിച്ചു മാറ്റി നിർത്തുന്നതും അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച്.
നാദിയമ്മൻ ക്ഷേത്രോത്സവത്തിന്റെ ക്ഷണക്കത്തിൽ ദളിത് വിഭാഗക്കാരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസി നൽകിയ ഹർജിയിലാണ് പരാമർശം. അന്താരാഷ്ട്ര വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും ഇപ്പോഴും ആശങ്ക. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ നേരിയ രീതിയിൽ ബാധിച്ചതായും ആശുപത്രി അധികൃതർ. ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നു. മോചിപ്പിക്കുന്ന ബന്ദികളെ അപമാനിക്കുന്ന ചടങ്ങുകൾ ഹമാസ് നടത്തുന്നു എന്നാരോപിച്ചാണ് തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിക്കുന്നത്. ഈ ആഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 3 ആണ്ട്. ഇരുഭാഗത്തുമായി സൈനികരും സാധാരണക്കാരുമായി 4 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. റഷ്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ്. യുദ്ധത്തിന്റെ 3-ാം വാർഷികത്തിൽ യുക്രൈനെതിരെ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ട റഷ്യ. ഖർക്കീവ്, പൊൾതാവ, സുമി, കീവ്, ചെർണിവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ 13 സ്ഥലത്താണ് ഒരേ സമയം വ്യാപകമായ ഡ്രോൺ ആക്രമണം. യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ. തന്നെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റിന് മറുപടിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യഥാർത്ഥത്തിൽ താൻ ഒരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ തനിക്ക് ആ പരാമർശത്തിൽ വിഷമം തോന്നിയേനെ. താൻ സ്വേച്ഛാധിപതി അല്ല, നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന നേതാവാണ്. തനിക്ക് പ്രസിഡന്റായി തുടരണമെന്ന് ആഗ്രഹമില്ലെന്നും പട്ടാള നിയമം പിൻവലിച്ച ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും സെലൻസ്കി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച അനിവാര്യമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയുമായി പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കാണ് കൂടിക്കാഴ്ച. ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടതുണ്ടെന്നും സെലൻസ്കി. ഫ്രെഡറിച്ച് മേഴ്സ് ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകും. ജർമ്മനിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രതിപക്ഷമായ ഫ്രെഡറിച്ച് മേഴ്സ് നയിക്കുന്ന കൺസർവേറ്റീവ് സഖ്യത്തിനാണ് മുന്നേറ്റം. ഭരണകക്ഷിയായ SPD 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയാണ് 2-ാം സ്ഥാനത്ത്. ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കുറിച്ച് പ്രതികരിച്ച ട്രംപ് രംഗത്ത്. സാമാന്യ ബുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ മടുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് ഊർജം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ കാലങ്ങളായി നിലനിൽക്കുന്ന രീതികളിൽ അവിടുത്തെ ജനങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നും ട്രംപ്. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ ബോംബ് ഭീഷണി. ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് ഭീഷണി ഉണ്ടായത്. ഇതേ തുടർന്ന് വിമാനം റോമിലേക്ക് തിരിച്ചുവിട്ടു. ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിൽ നിന്ന് രാജ്യത്തിന് ആനുപാതികമല്ലാത്ത നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയെ നന്നായി മുതലെടുക്കുന്നുവെന്നും ട്രംപ്. കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മുൻ നിശ്ചയിച്ചതിലും നേരത്തെ പ്രവർത്തനരഹിതമാക്കണമെന്ന ആവശ്യവുമായി സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്ക്. ISSന്റെ പ്രവർത്തനം 2030-ൽ അവസാനിപ്പിക്കാൻ നാസയും രാജ്യാന്തര പങ്കാളികളും തീരുമാനിച്ചിരിക്കുകയാണ്. അതിലും നേരത്തെ പ്രവർത്തനം നിർത്തണമെന്ന ആവശ്യം. പെറുവിൽ ഷോപ്പിംഗ് മാളിന്റെ മേൽക്കൂര തകർന്ന വൻ ദുരന്തം. 6 പേർ മരിച്ചു, 78 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കുട്ടികളുടെ കളിസ്ഥലത്തിന് മുകളിലേക്കാണ് മേൽക്കൂര വീണത്. അപകട കാരണം വ്യക്തമല്ല. ഇനി സ്പോർട്സ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ നേരിടും. 2:30-ന് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയത്തോടെ ഇന്ത്യയ്ക്കൊപ്പം സെമി ഫൈനൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂസിലാൻഡ് ഇറങ്ങുന്നു. പരാജയപ്പെടാതെ ഗ്രൂപ്പിൽ പിടിച്ചു നിൽക്കാൻ ബംഗ്ലാദേശ്.
ഇന്നലെ പാകിസ്ഥാനോട് ജയിച്ചതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ ഉറപ്പിച്ച് ഇന്ത്യ. ഇന്നത്തെ ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ജയിച്ചാൽ ന്യൂസിലൻഡ് ആയിരിക്കും ഇന്ത്യയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിൽ നിന്ന് സെമിയിലെത്തുക. പാകിസ്ഥാനെതിരായ ജയത്തോടെ ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ 20 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന നേട്ടം ഇന്ത്യയ്ക്ക്. കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ടീമുകളുടെ ലിസ്റ്റിൽ മറ്റാരും ഇന്ത്യയ്ക്ക് അടുത്തില്ല. ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും ന്യൂസിലൻഡും 14 കളികൾ വീതമാണ് ജയിച്ചിട്ടുള്ളത്. രഞ്ജി ട്രോഫി ഫൈനലിനൊരുങ്ങി കേരളം. വിദർഭയിൽ ഇന്നും നാളെയും ടീം പരിശീലനത്തിൽ. ഫൈനലിൽ കേരളം മറ്റന്നാൾ വിദർഭയെ നേരിടും. ബിസിനസ് വാർത്ത. സ്വർണ്ണവില തിരിച്ചുകയറുന്നു. പവന് 80 രൂപ വർദ്ധിച്ച് ഇന്ന് 64,440 രൂപ. ഗ്രാമിന് 10 രൂപ കൂടി 8,055. ഇറ്റാലിയൻ ഇരുചക്ര വാഹന ബ്രാൻഡായ ഡ്യുക്കാട്ടി പാനിഗേൽ V4ന്റെ പുതുക്കിയ പതിപ്പ് മാർച്ച് 5-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. 1103 cc V4 എഞ്ചിനാണ് ഈ ബൈക്കിന്റെ പ്രത്യേകത. 6 സ്പീഡ് ഗിയർ ബോക്സായി ഈ എഞ്ചിൻ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകൾ. ശാന്തിഗിരി ആശ്രമം ഡയറക്ടർ സ്വാമി ജ്ഞാനതപസ്വി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുലാപ്പറ്റ സ്വദേശിനി ദീപയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയാണ്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൊച്ചി ആതിര ഗോൾഡ് സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ. 1000-ലധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അറസ്റ്റിലായ ആതിര ഗോൾഡ് ഉടമകളെ റിമാൻഡ് ചെയ്തു. പഴയ സ്വർണം നൽകിയാൽ നിശ്ചിത കാലാവധിക്ക് ശേഷം പുതിയ സ്വർണം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. കോഴിക്കോട് കുന്നമംഗലത്ത് കുഴിമന്തിയെ ചൊല്ലി ഹോട്ടലിന് നേരെ ആക്രമണം. ഭക്ഷണം കഴിക്കാനെത്തിയ 2 പേർക്ക് പരിക്ക്. കാരന്തൂർ ഒരുങ്ങൂരിലുള്ള ഹോട്ടലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ ഹോട്ടലിന്റെ ഗ്ലാസ് തകർന്നു. തുടർച്ചയായി 3ാം തവണയും മഹാത്മാ പുരസ്കാരം നേടി പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്ത്. അതത് സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മഹാത്മാ പുരസ്കാരത്തിന് അർഹരാകുന്നത്. ആകെ സൃഷ്ടിച്ച തൊഴിൽ ദിനങ്ങൾ, മെറ്റീരിയൽ ഘടകത്തിന്റെ വിനിയോഗം, SC/ST മേഖലയിൽ നൽകിയ ശരാശരി തൊഴിൽ ദിനങ്ങൾ മുതലായ നിരവധി ഘടകങ്ങൾ വിലയിരുത്തിയാണ് മികച്ച തദ്ദേശ സ്ഥാപനത്തെ തെരഞ്ഞെടുക്കുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് 2ാം സ്ഥാനത്തെത്തിയത്. 3ാം സ്ഥാനം അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും സ്വന്തമാക്കി. കണ്ണൂർ ബീച്ച് റണ്ണിൽ പങ്കെടുത്ത UAE ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി. UAE പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് അദ്ദേഹം ബീച്ച് റണ്ണിൽ പങ്കെടുത്തത്. സ്പീക്കർ AN ഷംസീർ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രശസ്ത കായിക താരം പ്രീജ ശ്രീധരനും പങ്കാളിയായി. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകൾ താൽക്കാലികമായി വഴിതിരിച്ചുവിടുമെന്ന് സതേൺ റെയിൽവേ. കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് പാനൽ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആലപ്പുഴ വഴി പോകേണ്ട ചില ട്രെയിനുകൾ കോട്ടയം വഴി തിരിച്ചുവിടും. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന്റെ സർവീസ് ഭാഗികമായി റദ്ദാക്കി. കേരളത്തിലെ മാധ്യമ മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുടെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേരള മീഡിയ അക്കാദമിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഈ വിഭാഗത്തിലെ 15 പേർക്ക് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പരമാവധി 2 വർഷത്തെ ട്രെയിനി നിയമനം നൽകുന്നു. പ്രതിമാസം 15,000 രൂപ സർക്കാർ ഓണറേറിയം നൽകും. മാർച്ച് 3-നകം അപേക്ഷ സമർപ്പിക്കണം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.